ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെബീസ് ലിറ്റിൽ വേൾഡ്. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ളൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ വെള്ളിയാഴ്ച ദിവസത്തെ പൂജ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. നമ്മൾ നോർമലി സാധാരണ നമ്മുടെ ഈ ചാനലിലൂടെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. പക്ഷേ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് അനിവാര്യമാണ്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ട്. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കാരണം നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് എനിക്ക് ഈ ജേർണിയിൽ മുന്നോട്ട് പോകാൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. നിങ്ങൾക്ക് പൂജ ആവശ്യങ്ങൾക്കായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും, ഭഗവാന്റെ ഫോട്ടോസ് ആണെങ്കിലും തിരികളാണെങ്കിലും അതേപോലെ തന്നെ ഡിവോഷണൽ പുസ്തകങ്ങളാണെങ്കിലും ഈവൻ പ്രസാദമാണെങ്കിലും നമ്മുടെ താഴെ കാണുന്ന വെബ്സൈറ്റിലൂടെയോ മൊബൈൽ നമ്പറിലൂടെയോ കോൺടാക്റ്റ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന വിളക്കുകളാണെങ്കിലും എല്ലാവിധ പൂജാ സാധനങ്ങളും വിളക്കുകളൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിലും വിളിച്ച് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ഫ്രീ ടൈമിനനുസരിച്ച് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോയിലേക്ക് നേരെ പോകാം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉപ്പ് ദീപം വയ്ക്കുന്നുണ്ട്. ഉപ്പ് ദീപം എന്തിനാണ് വയ്ക്കുന്നത്, ഉപ്പ് ദീപത്തിൻ്റെ നന്മകൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണെ, ഇതുപോലൊരു മൺപാത്രത്തിൽ നന്നായി മഞ്ഞൾ തേച്ച് പിടിപ്പിച്ച് ഒന്ന് ചെറുതായി ഉണങ്ങിയതിന് ശേഷം ഒരു പാക്കറ്റ് ഉപ്പ്, വെള്ളിയാഴ്ച ദിവസം വേണം ഈ ഉപ്പ് ദീപം വയ്ക്കാനായിട്ട്. വെള്ളിയാഴ്ച ഉപ്പ് പാക്കറ്റ് വീട്ടിലേക്ക് വാങ്ങി വരുന്നത് വളരെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഹസ്ബൻഡിന് സാലറി കിട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി കിട്ടി, അതിൽ നിന്ന് ഒരു പാക്കറ്റ് കല്ലുപ്പ് ആദ്യം വാങ്ങിക്കുക. തീർച്ചയായിട്ടും നല്ല അനുഭവം ആ മാസത്തിൽ ഉണ്ടായിരിക്കും. പൈസ ഇപ്പോൾ ആവശ്യമില്ലാതെ പൈസയൊക്കെ കുറഞ്ഞു വരികയാണ്. എങ്ങനെയാണെന്നറിയില്ല, പൈസ വന്നതിനേക്കാൾ ചിലവാണ്, വരവിനേക്കാൾ കൂടുതൽ ചിലവെന്ന് പറയില്ലേ, ആ അവസ്ഥയൊക്കെ മാറി നല്ല രീതിയിൽ നമുക്ക് ജീവിതം സാമ്പത്തിക ഭദ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായിരിക്കും ഉപ്പുദീപം എല്ലാ വെള്ളിയാഴ്ചയും വെക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ദിവസവും ഉപ്പുദീപം വെക്കാവുന്നതാണ്. ഇതുപോലൊരു ഞാൻ നേരത്തെ കാണിച്ച പോലെ മൺപാത്രത്തിൽ നന്നായി മഞ്ഞൾ തേച്ച് പിടിപ്പിക്കുക. ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഉപ്പ് നിറച്ച് 2 അകൽവിളക്ക് എടുക്കുക. ആ 2 അകൽവിളക്കിലും മഞ്ഞൾ തേച്ച് പിടിപ്പിക്കണം. ഉണങ്ങിയതിന് ശേഷം ആദ്യത്തെ ഒരു അകൽവിളക്കിൽ പച്ചരിയും മഞ്ഞളും കലർത്തിയ അക്ഷത ഇടുക. അതിന് മുകളിൽ വേറൊരു മൺവിളക്ക് വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ച് പഞ്ഞിത്തിരി ഇട്ടിട്ട് ശുക്രഹോര, വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയിൽ തെളിയിക്കുക കേട്ടോ. രാവിലെ 6 മണി മുതൽ 7 മണി വരെ, ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ, രാത്രി 8 മണി മുതൽ 9 മണി വരെ ബ്രഹ്മമുഹൂർത്തത്തിലും ഈ ഉപ്പ് ദീപം വയ്ക്കുന്നത് വളരെ വിശേഷമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും തുടർച്ചയായിട്ട് ചെയ്യുക, വിശ്വാസത്തോടു കൂടി ചെയ്യുക. നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ കുറഞ്ഞു വരും. ഈ അടുത്ത് നമ്മുടെ ഒരു സഹോദരി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഉപ്പ് ദീപം തുടർച്ചയായിട്ട് വെച്ചിട്ട് കുറേ കടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി, കൊടുത്ത പൈസയും തിരിച്ചു കിട്ടി, അതേപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ സഹായകമായിട്ടുണ്ട്. ഈ ഉപ്പ് ദീപം വെച്ചതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് എനിക്ക് സന്തോഷമായി. ആ കുട്ടിയുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരാൻ ഞാനൊരു ചെറിയ കാരണമായതിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നിയ നിമിഷമായിരുന്നു. ഈ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും ഇത് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നീട് പലർക്കുള്ളൊരു സംശയമാണ് ഉപ്പുദീപത്തിൽ വെച്ച ഉപ്പ് എന്ത് ചെയ്യണമെന്നുള്ളത്. ആ ഉപ്പ് അടുത്ത ദിവസം വെള്ളിയാഴ്ച ഉപ്പുദീപം വെച്ച് ശനിയാഴ്ച ദിവസം ഒരു വൃത്തിയുള്ള പാത്രത്തിൽ വെള്ളം നിറച്ച് ആ ഉപ്പ് മുഴുവൻ ആ വെള്ളത്തിലേക്ക് കൊട്ടുക. അത് അലിഞ്ഞതിന് ശേഷം സിങ്കിലോ അല്ലെങ്കിൽ കാൽപാദം പെടാത്ത ഒരിടത്തിലോ നമുക്ക് ഈ വെള്ളം ഒഴിക്കാവുന്നതാണ്. സിങ്കിലും ഒഴിച്ചു കളയുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. എന്നിട്ട് മൺപാത്രമൊക്കെ കഴുകി വെക്കുക. അടുത്ത വെള്ളിയാഴ്ച ഇതേപോലെ ഉപ്പുദീപം വെച്ചാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം തുടർച്ചയായിട്ട് ഉപ്പുദീപം വെക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും തുടർച്ചയായിട്ടും വെക്കുക. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഉപ്പ് മാറ്റിയിട്ട് വെള്ളിയാഴ്ച വീണ്ടും പുതിയ ഉപ്പ് തന്നെ നിറയ്ക്കണേ. നമ്മുടെ അടുക്കളയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉപ്പ് ഒരു കാരണവശാലും ഇതിന് വേണ്ടി
ഉപയോഗപ്പെടുത്താതിരിക്കുക. പിന്നൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഈ കപ്സാമ്പ്രാണിയും ചന്ദനത്തിരിയും ഒക്കെ അടുക്കളയിൽ പോയി കത്തിക്കുന്നത്, പൂജാമുറിയിൽ കത്തിച്ചൂടെയെന്ന്. ഒന്നുമില്ല കേട്ടോ, നമ്മൾ കൊടിവിളക്കിൽ ഞാൻ കത്തിക്കാറുണ്ട്, പക്ഷേ ഈ കപ്സാമ്പ്രാണിയൊക്കെ നല്ല കത്തി വരണം. ഒന്ന് നന്നായിട്ട് വട്ടത്തിൽ ചുറ്റും തീ പിടിച്ച് വന്നാൽ മാത്രമേ അത് നിന്ന് പുകയത്തുള്ളൂ, അല്ലെങ്കിൽ അണഞ്ഞു പോകും. അപ്പോൾ ചെറിയൊരു നാളത്തിൽ ഒരുപാട് നേരമാവും ഇതൊന്ന് കത്തി വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അടുക്കളയിൽ വന്ന് നമ്മൾ എല്ലാ ചന്ദനത്തിരി ആണെങ്കിലും കപ്സാമ്പ്രാണി ആണെങ്കിലും അടുക്കളയിലെ ആ ഫ്ലെയിമിൽ നിന്ന് നമ്മളിതൊക്കെ കത്തിക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല. കയ്യോടുകൂടി എനിക്ക് അടുക്കള മുഴുവനായിട്ടും ധൂപം കാണിച്ച് പൂജാമുറിയിലും അതേപോലെ തന്നെ പ്രധാന വാതിലിലും മുറികളിലും ഹാളിലും എല്ലാ മുക്കിലും മൂലയും ദിവസവും ഞാൻ ധൂപം കാണിക്കാറുണ്ട്. എന്തിനാണ് ധൂപം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ധൂപം കാണിക്കുമ്പോൾ മഹാലക്ഷ്മിയെ നമ്മുടെ വീട് മുഴുവനായിട്ട് നിറച്ച് മൂദേവിയെ വീടിന് പുറത്തേക്ക് തള്ളുന്നതായി സങ്കല്പം. അല്ലെങ്കിൽ വീട്ടിൽ നിറഞ്ഞിട്ടുള്ള നെഗറ്റീവ് എനർജിയെ ഒരുപാട് പേര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പുറത്തൊക്കെ പോയി വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും. മാത്രമല്ല, പൊതുവേ നമ്മൾ എല്ലാവരും തന്നെ മനുഷ്യജന്മമെടുത്ത് ഭൂമിയിൽ പിറവിയെടുക്കുന്നത് തന്നെ നമ്മുടെ കർമ്മവിനകൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തുടർച്ചയായിട്ട് ഒന്നില്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പരീക്ഷണങ്ങളും തുടർച്ചയായി ജീവിതത്തിൽ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മനുഷ്യജന്മമെടുത്ത ഓരോരുത്തരും. അതുകൊണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ തടുക്കാനും തടുത്തു നിർത്താനുമാണ് ഈ വിധ കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസേന ചെയ്യുന്നത് കേട്ടോ. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു പോസിറ്റിവിറ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ വിളക്കുകൾ വീട് മുഴുവനായിട്ടും വിളക്ക് വയ്ക്കുക, അല്ലെങ്കിൽ ധൂപം കാണിക്കുക, ഭഗവാനുള്ള നാമങ്ങൾ ചൊല്ലുക, ഇതൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ ഇന്ന് മാക്കോലാണ് ഇട്ടിട്ടുള്ളത്. എങ്ങനെയാണ് മാക്കോല ഇടുക എന്നുള്ളത് പറയാം. ഒന്നുകിൽ പച്ചരി നന്നായി പൊടിച്ച് വെച്ച് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ആ പൊടി എടുത്ത് വയ്ക്കാം. ആവശ്യത്തിനനുസരിച്ച് പൊടി എടുത്തിട്ട് പനിനീരിൽ ചാലിച്ച് നമുക്ക് മാക്കോലിടാം. അതല്ലെങ്കിൽ പച്ചരി ഒരു 2 മണിക്കൂർ നേരം നന്നായി കുതിർത്തിട്ട് മിക്സിയിൽ നന്നായി മാവ് പോലെ അടിച്ചെടുത്തിട്ട് ഒരു വെള്ള തുണിയിൽ മുക്കിപ്പിഴിഞ്ഞ് അതുപയോഗിച്ച് നമുക്ക് മാക്കോലിടാം കേട്ടോ. ഞാൻ സാധാരണ അടുക്കളയിലും അതേപോലെ തന്നെ പുറത്തുമാണ്, വീടിൻ്റെ പുറത്ത് സിറ്റ് ഔട്ടിലും പടിക്കെട്ടിലുമാണ് മാക്കോലം ഇടാറുള്ളത്. നമുക്ക് വേണമെങ്കിൽ പൂജാമുറിയിലും മാക്കോല ഇടാൻ പറ്റും, കോലിടാം കേട്ടോ. പക്ഷേ എനിക്കിവിടെ സെപ്പറേറ്റ് ഒരു പൂജാമുറി സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പൂജാമുറി ഒഴികെയുള്ള അടുക്കളയിലും സിറ്റ് ഔട്ടിലുമായിട്ട് മാക്കോല ഇടുന്നത്. ഇത് നമുക്കിന്ന് അയക്കാനുള്ള ഫോട്ടോസാണ്. ഇതിൽ 1-2 ഫോട്ടോസും കൂടി നമ്മൾ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസാണ് ഇതൊക്കെ. അതിനൊക്കെ ധൂപം കാണിച്ചു. ദൃഷ്ടി ഗണപതി, അതേപോലെ തന്നെ ഗൃഹലക്ഷ്മിയുടെ ഫോട്ടോ, ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെരുമാൾ ലക്ഷ്മിയുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. അതുകൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ. സാധാരണ നമ്മളൊരു വലിയ ഫ്രെയിമിലുള്ള ഗൃഹലക്ഷ്മി ഫോട്ടോ ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറഞ്ഞ റേറ്റിൽ ഒരു ചെറിയ അതിൻ്റെ നെക്സ്റ്റ് ചെറിയ സൈസിലൊരു കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ദൃഷ്ടി ഗണപതിയും പുറത്ത് ദൃഷ്ടി ഗണപതിയും വീടിൻ്റെ അകത്ത് ലക്ഷ്മി ഉള്ളിലേക്ക് നോക്കിയിരിക്കുന്നത് പോലെ പ്രധാന വാതിലിൻ്റെ തൊട്ട് മുകളിലായിട്ട് വാസ്തുഗ്രഹലക്ഷ്മിയുടെ ഫോട്ടോ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ദൃഷ്ടി ഗണപതിയുടെയും വാസ്തുഗ്രഹലക്ഷ്മിയുടെയും ഫോട്ടോ കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുരുകൻ്റെ ഫോട്ടോ, ഇത് ലക്ഷ്മി കുബേര ഫോട്ടോ ആണ്. ദൃഷ്ടി ഗണപതിയുടെ വലിയ സൈസ് ഫോട്ടോ ആണ് കേട്ടോ. ഫ്രെയിം ചെറിയ സൈസ് ബീഡിംഗ് ആണ്, ഫ്രെയിം വരത്തില്ല, ബീഡിംഗ് ആണ്. ഇത് നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള വളരെ വളരെ മനോഹരമായിട്ടുള്ളൊരു ലക്ഷ്മി നാരായണ ഫോട്ടോ ആണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതൊരു കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഫോട്ടോ വേണമെന്നുള്ളവർ നമ്മളെ കോൺടാക്ട്